റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലെ IPL 2025 ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടത്തിൽ റെക്കോർഡുകൾ നിരവധിയാണ്. IPL ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ വിക്കറ്റ് കീപ്പറായ MS ധോണി CSKയ്ക്ക് വേണ്ടി തുടർച്ചയായ രണ്ടാം മാച്ചിലും നടത്തിയ സ്റ്റംപിംഗ് ശ്രദ്ധേയമായിരിക്കുകയുമാണ്. ലോകത്തിലെ മികച്ച വിക്കറ്റ് കീപ്പറായി 43-ാം വയസ്സിലും തുടരുകയാണെന്ന് ധോണി 2 മാച്ചുകളിലൂടെ തെളിയിച്ചു. നൂർ അഹമ്മദിന്റെ പന്തിൽ ഫിൽ സാൾട്ടിനെ മികച്ച സ്റ്റംപിങ്ങിലൂടെ ധോണി പുറത്താക്കി. കണ്ണുകൾ കൊണ്ട് വ്യക്തമാകാത്ത വിധം ഞൊടിയിടയിൽ ബെയിലുകൾ തെറിപ്പിച്ചപ്പോൾ ഔട്ടാണെന്ന് സ്ഥിരീകരിച്ചത് റീപ്ലേകൾ പരിശോധിച്ചായിരുന്നു. സാൾട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരികെ നടക്കുമ്പോൾ ഔട്ടായത് വിശ്വസിക്കാനാകാതെ ബാറ്റിംഗ് പങ്കാളി വിരാട് കോഹ്ലി നോക്കി നിന്നു. ഈ സമയത്ത് RCB ആരാധകർ ഞെട്ടുന്ന പ്രതികരണവും വൈറലായി. മുംബൈ ഇന്ത്യൻസിനെതിരായ എൽ ക്ലാസിക്കോയിൽ സൂര്യകുമാർ യാദവിനെ പുറത്താക്കാൻ ധോണി നടത്തിയ മിന്നൽ സ്റ്റംപിംഗ് ഏവരെയും അമ്പരപ്പിച്ചിരുന്നു. അതും നൂർ അഹമ്മദിന്റെ പന്തിലായിരുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഈ സ്റ്റംപിംഗും നടന്നത്. അതേസമയം ധോണിക്കെതിരെ വിമർശനങ്ങളും എത്തുന്നുണ്ട്. 9-ാമനായാണ് ധോണി ക്രീസിലെത്തിയത്. 9-ാം ഓവറിൽ തന്നെ ഇറങ്ങാമായിരുന്ന ധോണി പക്ഷേ ഇമ്പാക്ട് പ്ലെയർ ആയി ഇറങ്ങിയ ശിവം ദുബെയ്ക്കും ജഡേജയ്ക്കും അശ്വിനും ശേഷമാണ് ഇറങ്ങിയത്. എന്നാൽ അവസാന ഓവറിൽ സിക്സറുകളും ഫോറുകളും അടക്കം ധോണി തകർപ്പൻ പ്രകടനം നടത്തി. ധോണി നേരത്തെ ഇറങ്ങിയിരുന്നുവെങ്കിൽ ചെന്നൈക്ക് ജയിക്കാനുള്ള സാധ്യത കൂടുമായിരുന്നു. ഫിനിഷർ റോളിന് പേരുകേട്ട ധോണിയുടെ അടുത്തെങ്ങും പ്രകടനമെത്താത്ത ജഡേജയും അശ്വിനെയും നേരത്തെ ഇറക്കിയതുമൂലം ചെന്നൈ തങ്ങളുടെ ജയിക്കാനുള്ള അവസരം പാഴാക്കിയെന്നും ആരാധക വിമർശനമുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ സീസണിലും താരം ഇതേ രീതിയിലാണ് കളിച്ചിരുന്നത്. അതേസമയം ചെപ്പോക്കിൽ 17 വർഷത്തിനിടെ വിജയമെന്ന നേട്ടം മത്സരത്തിലൂടെ RCB സ്വന്തമാക്കി. 50 റൺസിനാണ് CSKയെ RCB തകർത്തത്. ഇതോടെ 2 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ RCB IPL 2025 പോയിന്റ് പട്ടികയിൽ 1-ാമതെത്തി. മത്സരത്തിൽ CSKയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായി വിരാട് കോഹ്ലി റെക്കോർഡ് കുറിച്ചു. 30 പന്തിൽ നിന്ന് 31 റൺസ് നേടിയതോടെ 1084 റൺസായി. IPL ചരിത്രത്തിൽ CSKയ്ക്കെതിരെ 1057 റൺസ് നേടിയ ശിഖർ ധവാന്റെ റെക്കോർഡ് കോഹ്ലി തകർത്തു. ആദ്യ മത്സരത്തിൽ KKRനെതിരായ മിന്നുന്ന അർദ്ധ സെഞ്ചുറി നേടിയ കോഹ്ലിക്ക് CSKയോട് അതേ ബാറ്റിംഗ് മികവ് പുറത്തെടുക്കാനായില്ല. ബാറ്റിംഗിൽ അദ്ദേഹത്തിന് മികച്ച ദിവസമായിരുന്നില്ലെങ്കിലും റൺ വേട്ടയിൽ നാഴികക്കല്ല് താണ്ടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മന്ദഗതിയിലുള്ള ഇന്നിംഗ്സ് കാരണം കോഹ്ലിക്ക് 2 റെക്കോർഡുകൾ ഈ മാച്ചിൽ മറികടക്കാൻ കഴിഞ്ഞില്ല. T20യിൽ 13,000 റൺസ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാവാൻ 55 റൺസ് മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. 31 റൺസിന് പുറത്തായതിനാൽ ഇനി 24 റൺസ് കൂടി വേണം. T20യിൽ ഓപ്പണറായി 5000 റൺസ് തികയ്ക്കുന്നതിന് 7 റൺസ് കൂടി നേടണം. മത്സരത്തിൽ MS ധോണി 2 സിക്സറുകൾ നേടിയതോടെ RCBക്കെതിരെ 49 സിക്സറുകളായി. 44 സിക്സറുകൾ നേടിയ ഡേവിഡ് വാർണറെ നേരത്തെ തന്നെ മറികടന്ന ധോണി IPL ചരിത്രത്തിലെ RCBക്കെതിരെ സിക്സറുകൾ പറത്തുന്നതിൽ 1-ാമതായിരുന്നു.